ഈ നല്ല സമയത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുക, ആരാധിക്കുക, നന്ദി പറയുകയും ചെയ്യുന്നു. ഈശോയെ ഇന്ന് ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരാൻ അങ്ങനെ തന്നെ അനുവദിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് പൂർണ്ണമായ ഇന്നത്തെ കൂട്ടായ്മ സമർപ്പിക്കുന്നു. ഈ കൂട്ടായ്മയുടെ ആദ്യം മുതൽ നിമിഷം വരെയുള്ള അവിടുത്തെ പരിപാലനത്തിനായി ഞങ്ങൾ ഒന്നുയർന്ന് അങ്ങേ സ്തുതിക്കുക, ആരാധിക്കുക, നന്ദി പറയുകയും ചെയ്യുന്നു. ഇന്നും ഇവിടെ കൂടി ഇന്ന് ഓരോ മക്കളെയും തമ്പുരാനെ ഈശോനാഥ അവരുടെ കുടുംബാംഗങ്ങളെ പ്രത്യേക നിയോഗങ്ങൾ, അവരുടെ ഓരോ വേദനകൾ, ദുഃഖം, തർജവങ്ങൾ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. ഈശോയെ കർത്താവെ അവിടുന്ന് കടന്നു വരാൻ ഈ കൂട്ടായ്മയിൽ ഞങ്ങളായിരിക്കുമ്പോൾ തന്നെ ഈശോയെ ഭജനം പങ്കുവയ്ക്കുമ്പോൾ തന്നെ മർക്കോസ് സുവിശേഷം ഞങ്ങളെ 16-ാമത്തെ വായിക്കുന്നുണ്ടല്ലോ. കർത്താവ് ഇവിടെയെല്ലാം വചനം പ്രസംഗിക്കപ്പെടുന്നു. അവിടെയെല്ലാം കർത്താവ് അവരോടൊത്ത് പ്രവർത്തിക്കുകയും അടയാളങ്ങളുടെ വചനം സ്വീകരിക്കപ്പെടുകയും ചെയ്തു. ഈശോയെ രോഗശാന്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാകട്ടെ എന്ന് യാചിക്കുകയാണ്. ഈശോയെ അങ്ങനെ കടന്നു വരണമേ, അവിടുന്ന് ഏറ്റെടുക്കണമേ, ഞങ്ങളെല്ലാവരും അവിടുന്ന് ഏറ്റെടുക്കണമേ നാഥ. അവിടുത്തെ തിരുവചനം പങ്കുവെക്കുമ്പോൾ തമ്പുരാനെ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടെ തുറക്കണമേ, ഹൃദയം ജ്വലിക്കണമേ. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഹൃദയം തുറന്നതുപോലെ, ഹൃദയം ജ്വലിച്ചതുപോലെ വചനം ശ്രമിക്കുമ്പോൾ ഹൃദയം ജ്വലിക്കട്ടെ. ഈശോയെ നാഥ, അവിടുത്തെ കൃപയാൽ ഞങ്ങളെ ഓരോരുത്തരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ നിറയണമേ, പരിശുദ്ധാത്മാവെ ഏറ്റെടുക്കണമേ. ഇന്നത്തെ വചന സന്ദേശം പൂർണ്ണമായും പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ. പരിശുദ്ധാത്മാവെ അങ്ങനെ സംസാരിക്കണമേ. പാപിയും ബലഹീന അയോഗ്യമായ എന്നെ പൂർണ്ണമായി അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ സഹായക, ഉപദേശ, അഭിഭാഷക, കർത്താവിന്റെ വാഗ്ദാനവും ദാനവും സമ്മാനവുമായ പരിശുദ്ധാത്മാവെ, പിതാവിന്റെയും പുത്രന്റെയും സമനായ പരിശുദ്ധാത്മാവെ, ഞങ്ങളെ വന്ന് നിറയണത്തെ കൂട്ടായ്മത്തെ വചനസന്ദേശം കൊടുക്കുന്ന സമയത്തെല്ലാം ആത്മാവിന്റെ വലിയ അഭിഷേകത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് യാചിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ സഹായത്തിനാണ് യാചിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായ കർത്താവേ, അങ്ങേക്ക് നന്ദി, സ്തുതി, കുറഞ്ഞത് ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് ശ്രമിച്ചായിരിക്കും സ്തുതിയായിരിക്കട്ടെ. ഓക്കെ, ഇന്നത്തെ വചനം ബാറൂഖ് പ്രവാചകന്റെ പുസ്തകത്തിലെ 6-ാം അധ്യായത്തിലെ 73-ാമത്തെ വചനം. 6-ാം അധ്യായം 73 എടുക്കാവൂ. 6-ാം അധ്യായം 73. അതിനാൽ വിഗ്രഹങ്ങളില്ലാത്ത നീതിമാനാണ് ഉത്തമൻ, അവൻ ആക്ഷേപങ്ങൾക്ക് അതീതനായിരിക്കും. നമുക്ക് കഴിഞ്ഞ ഈ ഞായറാഴ്ച നമ്മള് ഞാൻ പറയുന്ന കേൾക്കാമല്ലോ എല്ലാവർക്കും? കേൾക്കാം. അപ്പൊ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ കരുണയുടെ ദിവസമായിട്ട് ആചരിക്കുകയുണ്ടായി. ആ കരുണയുടെ ദിവസം ഞായറാഴ്ച ദീപബലിയിൽ ഞാനിങ്ങനെ സംബന്ധിച്ചിരിക്കുമ്പോഴത്തേക്കും വളരെ തീഷ്ണതയോടെ ദീപബലി പങ്കിടാൻ മുമ്പ് നമ്മളെല്ലാവരും ഒരുങ്ങുന്നുണ്ടായിരുന്നു കരുണയ്ക്ക് വേണ്ടിയിട്ട്, കർത്താവിന്റെ കരുണയുടെ ഇതിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മള് ദീപബലി സംബന്ധിക്കുമ്പോഴത്തേക്കും ഞാനിങ്ങനെ നമ്മള് കർത്താപിതാവും പുത്രനും പരിശുദ്ധാത്മാത്രിത്വ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ഭാഗം പുരോഹിതൻ വായിക്കുമല്ലോ. ലോകത്തെ സൃഷ്ടികളെ സൃഷ്ടിച്ചു അങ്ങനെ പറഞ്ഞിട്ട് എന്ന് പറയുന്നുണ്ടല്ലോ. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാകമാരുടെ 10,000 അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമന്മാരെ അരൂപികളായ സ്വർഗീയ സൈന്യങ്ങൾ നാം പ്രവർത്തിക്കുന്നു അങ്ങനെ പറഞ്ഞിട്ട് അതിനുശേഷമാണ് നമ്മൾ ഓശാന പാട്ട് പാടുന്നത്. അപ്പൊ ആ ഒരു വചനഭാഗം വായിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ആ ഭാഗം വായിക്കുമ്പോൾ എപ്പോഴും ഞാനിങ്ങനെ പിതാവായ ദൈവത്തെയും പുത്രനെയും ആരാധിക്കും. ദൈവമേ അങ്ങേ ആരാധിക്കുന്നു. പിതാവായ ദൈവത്തെ ഞാൻ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ കാണാൻ ആൾത്താരയുടെ ഞങ്ങളുടെ പുരോഹിതൻ ബലിയർപ്പിക്കുന്ന ആൾത്താരയുടെ മുകളിൽ തന്നെ ഇങ്ങനെ ഈശോയുടെ ആ ഒരു ഈശോ അല്ല പിതാവായ ദൈവത്തിന്, എനിക്ക് ഇഷ്ടമുള്ള പിതാവായ ദൈവത്തിന്റെ മുഖമുണ്ട്. ആ മുഖം ഇങ്ങനെ പലപ്പോഴും നമ്മൾ കാണാൻ ആഗ്രഹിച്ച
പറ്റുമ്പോഴും ചിലപ്പോൾ അത് കാണാൻ പറ്റാതെ വരാറുണ്ട്. അപ്പോൾ അന്നിങ്ങനെ വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ പിതാവായ ദൈവത്തിൻ്റെ ആ തിരുമുഖം ഇങ്ങനെ കാണുകയാണ്. കാണുമ്പോഴത്തേക്കും ഞാൻ കാണുന്ന രണ്ട് കൈയിലും ഇങ്ങനെ രണ്ട് കൈ വിരിച്ച് പിടിച്ചിട്ട് ഒരു വെള്ള തുണി, ആ തുണിയിൽ ഇങ്ങനെ വിരിച്ച് ആ തുണി ഇങ്ങനെ വരികയാണ്. നമ്മുടെ ദേവാലയം മുഴുവൻ അങ്ങ് പൊതിയുകയാണ്. ആ പിതാവായ ദൈവത്തിൻ്റെ രണ്ട് കരങ്ങളിൽ നിന്ന് ആ ക്ലോത്ത് കൊണ്ട്, ആ തുണി കൊണ്ട് ദേവാലയത്തിലുള്ള എല്ലാവരും, എന്നെ മാത്രമല്ല എല്ലാവരും ഇങ്ങനെ പൊതിയുന്ന മാതിരി ഒരു അനുഭവം. ഒത്തിരി കരച്ചിൽ വന്നു, സങ്കടം, ഇങ്ങനെ കണ്ണിൽ കൂടെ വെള്ളം വന്നാൽ കണ്ടപ്പോൾ ആ സ്നേഹം കണ്ടപ്പോഴത്തേക്കും അങ്ങനെ. അപ്പൊ ആ ഒരു സംഭവം അതിങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ. അപ്പൊ അതിലിങ്ങനെ ലയിച്ചിരിക്കുമ്പോണ്ടല്ലോ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ അങ്ങനെയെങ്കിലും പിതാവേ എന്താണ്ട് ഇങ്ങനെ ഒരു കാര്യം ഞാൻ എത്ര നാളാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. അപ്പൊ അതെന്തുകൊണ്ടാ അപ്പൊ ഇങ്ങനെ. അപ്പൊ പിതാവ് പറഞ്ഞൊരു കാര്യം എന്നറിയാം, ഒന്ന് കുറെ നേരം ഇങ്ങനെ കുറെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ പറയാനൊക്കെ ഒരു സന്ദർഭം കിട്ടി. ഒരു സ്നേഹം, ആ സ്നേഹത്തിന്റെ ആ ഒരു ആധിക്യം നമ്മളങ്ങ് മതി പറഞ്ഞ് നമുക്ക് കരച്ചിലേ വരുള്ളൂ സാറങ്ങളെ. ഓക്കെ സാറങ്ങളെ. അപ്പൊ അന്നേരം ഞാനിങ്ങനെ അപ്പം പിതാവായ ദൈവം പറഞ്ഞ ഒരു കാര്യം, പ്രത്യാശയില്ലാത്ത ഒന്നും ഉണ്ടാകരുതേ കുഞ്ഞ്. പ്രത്യാശയില്ലാത്ത ഒന്നും, അതായത് ഏത് കാര്യം നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴുണ്ടല്ലോ, ചിലപ്പോൾ നമ്മളിപ്പം കുറെ നാളായി പ്രാർത്ഥിക്കും, നമുക്കത് കിട്ടുന്നില്ല, നമുക്ക് പിന്നെ വളരെ മനസ്സിനത് ഭാരമായി മാറുന്നു, അല്ലെങ്കിൽ നടക്കുവോ നടക്കത്തില്ല, ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു പ്രത്യാശയില്ലാത്തൊരു അനുഭവം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. കർത്താവ് പറയാണ്, എല്ലാം എനിക്ക് സാധ്യമാണ്, എല്ലാം കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഇതിൽ കർത്താവ് പറയാണ്, എനിക്കെല്ലാം സാധ്യമാണ്, പിന്നെ എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്, എന്തിനാ. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ സഹോദരങ്ങളെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഏതെല്ലാം ഉണ്ടെങ്കിലും തമ്പുരാനെ സമർപ്പിച്ച് പ്രത്യാശയോടെ കാത്തിരിക്കുക. ഇന്ന് കിട്ടിയില്ലേ നാളെ അത് കർത്താവ് തരും, എൻ്റെ തമ്പുരാൻ അതിനു വേണ്ടി ഇടപെടും എന്നുള്ള ആ ഒരു നല്ല ഒരു ബോധ്യത്തോടെ നമ്മൾ ഇരിക്കുക. അപ്പൊ അതെ, നമുക്ക് എത്രയോ വചനങ്ങളുണ്ട്, കർത്താവ് തരുന്ന പ്രത്യാശയുടെ വചനങ്ങൾ. അവിടെ നിന്ന് വിശ്വസ്തനാണ്. അതായത് നമുക്ക് സങ്കീർത്തനം 103:11 പറയുന്നുണ്ട്, ഭൂമിക്ക് മേൽ ഉയർന്നിൽക്കും ആകാശത്തോളം ഉന്നതമാണ് തൻ്റെ ഭക്തരുടെ മേൽ അവിടുന്ന് കാട്ടുന്ന കാരുണ്യം. അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം ഭൂമിക്ക് മേൽ ഉയർന്നിൽക്കും ആകാശത്തോളം ഉന്നതമാണ് തൻ്റെ ഭക്തരുടെ മേൽ അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം. അപ്പൊ തീർച്ചയായിട്ടും തമ്പുരാന്റെ കാരുണ്യം നമ്മുടെ മേൽ എപ്പോഴും ഉണ്ട്. ആ കരുണയുടെ ദിവസം എത്ര പേര് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങി ആ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ശരിക്കും സഹോദരങ്ങളെ, ജീവിതത്തിൽ നമ്മൾ ഒരു കാര്യം ഓർക്കണം. പൗലോസ്ലീഹ പറയുന്നുണ്ട്, എന്നെ ശക്തനാക്കുന്ന എൻ്റെ യേശുക്രിസ്തുവിന് നന്ദി പറഞ്ഞാൽ അവന്റെ ശുശ്രൂഷയ്ക്കായി എന്നെ അവൻ നിയോഗിച്ചുകൊണ്ട് എന്നെ വിശ്വസ്തനായി കണക്കാക്കി. പാപികളിൽ ഒന്നാമനായിരുന്നു എനിക്ക് കരുണ ലഭിച്ചു. എത്ര പാപം ചെയ്താലും, എത്ര വലിയ പാപം നമ്മൾ എത്ര കാലം ചെയ്താലും കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവിടുത്തെ സന്നിധിയിലേക്ക് ഓടിയണഞ്ഞ് ശരിയായ ഒരു പശ്ചാത്താപവും അനുതാപവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ കരുണയിൽ നമ്മൾ മുങ്ങും. ആ കരുണ നമുക്ക് ലഭിക്കും, ഉറപ്പാണ്. അപ്പം അതുകൊണ്ട് ഒരിക്കലും നമ്മൾ നല്ലോണം പ്രാർത്ഥിക്കുന്നവർ, പ്രാർത്ഥനയിലായിരുന്നവർ, ആത്മീയം വളർന്നവർ വീണ് പോയി കഴിഞ്ഞാൽ ചിലപ്പം അവരുടെ മനസ്സിലൊരു കുറ്റബോധം ഉണ്ടാകും. അയ്യോ, ഞാൻ തിരിച്ചും വീണു പോയല്ലോ, ഞാൻ തിരിച്ചൊരു വീഴ്ചയിലേക്ക്, വലിയൊരു വീഴ്ചയിലേക്കാണല്ലോ വന്ന് വീണത്, അങ്ങനെയുള്ള അപ്പം എനിക്കിനി തിരിച്ചു കയറാൻ പറ്റത്തില്ലേ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആ ഒരു അതൊക്കെ ചെകുത്താൻ തരുന്ന ആ ഒരു ഗിൽറ്റി കോൺഷ്യസ് ആണ്. അപ്പം അതായത് നമുക്ക് ചെകുത്താനാണ് ഇതെല്ലാം ഈ പണിയൊക്കെ ഒപ്പിക്കുന്നത്. ആ മനസ്സിൽ ആ കുത്തൽ തരുന്നു, ഒരിക്കലുമല്ല. നമ്മുടെ കർത്താവ് നമ്മുടെ തിരിച്ചു വരവിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളിലെല്ലാം അവിടുത്തെ കരുണ കടന്നു വരുമെന്നുള്ള ഉറപ്പ്. ഇപ്പം നമ്മൾ ഈ കൂട്ടായ്മ പങ്കെടുക്കുന്ന ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും വേദനയോടെ ഇരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും സഹോദരങ്ങളെ, ഞാൻ പറയാണ്ട് കർത്താവ് കരുണ കാണിക്കും. നമ്മുടെ പ്രാർത്ഥന അത്ര സജീവമായിരിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴുണ്ടല്ലോ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കണം, ആത്മാവ് നിറഞ്ഞ് പ്രാർത്ഥിക്കണം. നമ്മളിപ്പോഴുള്ള പ്രാർത്ഥനയുടെ കൂടുതലായിട്ട് അതിൻ്റെ ആ ഒരു ആഴം കൂട്ടണം. നമ്മളിപ്പോഴുള്ള നമ്മുടെ ആത്മീയതയേക്കാൾ കൂടുതലായ ഒരു ആത്മീയ വിശുദ്ധിയിലേക്ക് കടന്നു വരണം, കൂടുതലൊരു വളർച്ചയിലേക്ക് കടന്നു വരണം. ഈശോ പറയുന്നില്ലേ, യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ സത്യത്താൽ വിശദീകരിക്കപ്പെടേണ്ടത് ഞാൻ എന്നെ തന്നെ കൂടുതൽ വിശദീകരിക്കുന്നു. അപ്പം നമ്മൾ കൂടുതൽ വിശദീകരിച്ച് പ്രാർത്ഥനയിൽ ആഴപ്പെട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആ നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് കർത്താവ് ശക്തമായിട്ട് ഇടപെടും. സങ്കീർത്തനം 88:13 എടുക്കാവൂ. 88:13 സങ്കീർത്തനം 88:13. കർത്താവെ, ഞാൻ അങ്ങയോട് നിലവിളിച്ചപേക്ഷിക്കുന്നു. പ്രഭാതത്തിൽ എന്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിൽ എത്തുന്നു. അതെ അതെ അത് തന്നെ.
കർത്താവെ, ഞാൻ അങ്ങയോട് നിലവിളിച്ച് അപേക്ഷിക്കുന്നു. പ്രഭാതത്തിൽ എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിൽ എത്തുന്നു. തീർച്ചയായിട്ടും സഹോദരങ്ങളെ, പ്രഭാതത്തിലുള്ള നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി ശക്തിയുണ്ട്. അത് ഞാൻ എപ്പോഴും ഈ വ്യക്തിപരമായ പ്രാർത്ഥന പറയാറുള്ള, പ്രഭാതത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കുമ്പോഴാണല്ലോ നമ്മുടെ പ്രാർത്ഥനയ്ക്കുണ്ടല്ലോ ഇത് നമ്മൾ ആ ഒരു ഉറക്കമൊക്കെ ഒന്ന് ത്യജിച്ച് ആ കംഫോർട്ട് സോണിൽ നിന്ന് മാറി നമ്മൾ ആ ഒരു ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ തീർച്ചയായിട്ടും നമ്മളൊരു അല്പം ത്യാഗം എടുത്തുകൊണ്ടാണല്ലോ ആ പ്രാർത്ഥന ചെയ്യുന്നത്. അവിടെ കർത്താവിൻ്റെ കാതുകൾ തുറക്കും, നമ്മുടെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചേരി അവിടെ സന്നിധിയിലേക്ക് എത്തും, ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓർക്കുക. അതുപോലെ തന്നെയാണ് നമ്മൾക്ക് ഈ ഞാനിവിടെ ഈ ഡാനിയൽ അച്ഛൻ്റെ ഒരു പ്രസംഗത്തിൽ കേൾക്കുകയുണ്ട്. അച്ഛൻ പറഞ്ഞറിയാവോ, നിങ്ങൾ അർപ്പിക്കുന്ന ബലിയിൽ നമ്മളിപ്പം ദീപബലിക്ക് പോകും, ദീപബലി അർപ്പിക്കുമ്പം ഒരു സെക്കൻഡ് പോലും കളയാതെ പൂർണ്ണമായിട്ടും ആ ബലിയിൽ പങ്കെടുക്കുന്നെങ്കിൽ, വളരെ ആത്മാർത്ഥതയോടെ തീഷ്ണതയോടെ ആ ബലിയിൽ നമ്മൾ പങ്കെടുക്കുന്നെങ്കിൽ അത് വളരെ അനുഭവം. നിങ്ങളുടെ കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങളിലും നമ്മുടെ കുടുംബത്തിലും എല്ലാ കാര്യങ്ങളും തമ്പുരാന്റെ വലിയൊരു ഇടപെടലുണ്ട്. ആ ബലിയുടെ അർത്ഥം മനസ്സിലാക്കി ഓരോ വാക്കുകളും ഓരോ വൈദികൻ ഉച്ചരിക്കുന്നു നമ്മൾ പറയേണ്ടതുമായ വാക്കുകളും വചനങ്ങളും എല്ലാം അത്ര ശ്രദ്ധയോടെ നമ്മൾ ആ ബലി പങ്കെടുത്താലുണ്ടല്ലോ, വൈദികൻ പറയുക, നിങ്ങൾ ബലിപീഠം വിട്ട് പോവാതെ ബലിപീഠത്തെ ആശ്രയിക്കുക. അപ്പൊ നമ്മൾ ആ ഒരു ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഒത്തിരി പ്രാർത്ഥിക്കുന്ന ബലിയിൽ ചിലർ പ്രാധാന്യം കൊടുക്കാതെ പോകുന്നത് കണ്ടിട്ടുണ്ട്. വചനം വായിക്കുന്നവരുണ്ട്, വചനം പഠിക്കും, വചനത്തിന് വളരെ പ്രാധാന്യം ശരിയാണ്. പക്ഷെ അതേസമയം നമ്മൾ ആ ബലിയിൽ പ്രാധാന്യം കൊടുക്കണം. അതുപോലെ തന്നെ അതിനകത്ത് ഇനിയൊരു കാര്യമുണ്ട്. ഞാൻ ഈയിടെ ഒരു സഹോദരി പറഞ്ഞൊരു കാര്യം കേൾക്കുന്നുണ്ട്. അതായത് ആ സഹോദരി പറഞ്ഞ എങ്ങനെയാണ്, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ അവസാനം ഈശോയോട് പറഞ്ഞു, ഈശോ വേറെ വഴിക്ക് തിരിയാൻ പോയപ്പം ആദ്യം തന്നെ ഈശോ അവരോട് വചനം പങ്കുവയ്ക്കുന്നുണ്ടല്ലോ വഴിയിൽ വെച്ച് തന്നെ. അത് കഴിഞ്ഞ് പിന്നെ അവർ താമസിക്കുന്ന സ്ഥലം എത്താറായപ്പോഴത്തേക്കും ഈശോ പറയുന്നുണ്ട്, ഈശോ വേറൊരു വഴിക്ക് പോകുന്ന മാതിരി അവനെ കാണിക്കുകയാണ്. ഉടനെ അവർ പറഞ്ഞില്ല, രാത്രിയായ സമയം ഒത്തിരി വൈകിയല്ലോ, ഞങ്ങളുടെ കൂടെ പാർക്കാവല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ കൂടെ മുറിയിൽ കയറുന്നു. പിന്നെ അപ്പം മുറിച്ച് അവർക്ക് കൊടുക്കുമ്പോഴാണ് അവരുടെ കണ്ണുകൾ തുറക്കുന്നത്. അപ്പം പിന്നെ ഉടനെ തന്നെ ഈശോ അവിടുന്ന് മായാണ്. അപ്പൊ അവർക്ക് മനസ്സിലായി ഇത് ഈശോയായിരുന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അവർ പറയുന്ന ഒരു വാക്കുണ്ട്, അവൻ വഴിയിൽ വെച്ച് നമ്മളോട് വചനം പങ്കുവെച്ചപ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ തുറന്നില്ലേ, നമ്മുടെ ഹൃദയങ്ങൾ ജ്വലിച്ചില്ലേ, അങ്ങനെ അവർ ചോദിക്കുന്നു. ഹൃദയം ജ്വലിക്കുക, വചനം പങ്കുവെച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചു, ഇപ്പോൾ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവൻ അപ്പം മുറിച്ച് വന്നപ്പോൾ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അപ്പൊ ആ ഒരു അതായത് വചനം പങ്കുവെച്ചപ്പോൾ ഹൃദയം തുറന്നു, അപ്പം മുറിച്ചു കൊടുത്തപ്പോഴത്തേക്കും കണ്ണുകൾ തുറക്കപ്പെട്ടു, ഹൃദയം ജ്വലിച്ചു. വചനം പങ്കുവെച്ചപ്പോൾ ഹൃദയം ജ്വലിച്ചു. നമ്മുടെ വിശുദ്ധ ബലിയിലൊക്കെ വചനം വായിക്കുന്ന സമയത്ത് ഇത്രയും അശ്രദ്ധയോടെ ഇരിക്കുന്നത്, പ്രത്യേകിച്ച് ലേഖനമൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മൾ പറയണ്ട, ഒന്നും ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെയുള്ള സ്വരങ്ങളെ ആ വചനം അപ്പം മുറിക്കലും വചനം ശ്രവിക്കലും അപ്പം മുറിക്കലും രണ്ടിനും ഒരേ പ്രാധാന്യം കൊടുത്ത് വേണം നമ്മൾ ആ ബലിയിൽ പങ്കെടുക്കാനായിട്ട്. കാരണം വചനത്തിൽ വചനം ദൈവമാണല്ലേ. അപ്പൊ ആ വചനം അവിടെ വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഇതുപോലെ ജ്വലിക്കണം. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ജെറമ്യാ പറയുന്നത് പോലെ, എൻ്റെ ഹൃദയത്തെ ദഹിപ്പിക്കുന്ന ഒരു അഗ്നി എൻ്റെ അസ്ഥികൾക്കുള്ളിൽ അടച്ചിട്ടിരിക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. ആ ഒരു അനുഭവം നമുക്ക് കിട്ടണം. അതിനുശേഷമാണ് പിന്നെ അപ്പം മുറിക്കൽ. ആ അപ്പം മുറിക്കലിന്റെ സമയത്താണ് നമ്മൾ അവിടെ മോസിലേക്ക് വെച്ച് ശിഷ്യന്മാരെ പറയാൻ അവിടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അപ്പം ഈ സഹോദരി പറഞ്ഞ എന്താന്ന് വെച്ചാല്, ഞാൻ കേട്ടത് അവിടെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ ഒരു ടോക്ക്. അതായത് നമ്മൾ ഈ മുറിക്കല് നടന്നു, നമ്മൾ ഈശോയുടെ ശരീരവും രക്തവും ഭക്ഷിച്ചു, ഈശോ മുറിച്ച് നമുക്ക് തരികയാണ്. അതിനുശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മൾ മുറിക്കപ്പെട്ടവരുടെ അടുത്തേക്ക് പോകുന്നു, മുറിക്കപ്പെട്ടവരുടെ ഇടയിലേക്ക് ഇറങ്ങുന്നു. നമ്മളും മുറിക്കപ്പെടണം. നമ്മളും ഇതുപോലെ അപ്പം മുറിച്ചു കൊടുത്ത് ഈശോ പകർന്നു കൊടുത്തതുപോലെ നമ്മളും നമ്മളെ തന്നെ മറ്റുള്ളവർക്കായിട്ട് മുറിക്കപ്പെടണം. അതായത് ആ മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ ലാസ്റ്റിൽ അവസാന വിധിയിൽ പറയുന്നില്ലേ, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു കുടിക്കാം, അങ്ങനെ കുറച്ച് ഭാഗം പറയുന്നില്ലേ. ഇവരെല്ലാം മുറിക്കപ്പെട്ടവരാണ്, നിസ്സഹായര്, നിരാലംബര്, അനാഥർ, അല്ലെങ്കിൽ രോഗികളായി കിടപ്പിൽ കിടക്കുന്ന മക്കൾ.
നമ്മുടെ കുടുംബത്തിൽ തന്നെ രോഗികളായിരിക്കുന്നവര്, പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഒന്നും പറ്റാത്ത നിസ്സഹായ അവസ്ഥയ്ക്ക് അവരിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലാം അവർക്ക് വേണ്ടുന്നത് നമ്മൾ ചെയ്തു കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ മുറിക്കപ്പെടുക ചെയ്യുന്നത്. ഈശോ അപ്പം മുറിച്ച് ഈശോയെ തന്നെ മുറിച്ച് തന്നതുപോലെ, അപ്പമല്ല അത് ഈശോയുടെ ശരീരമാണ്, ഈശോയുടെ ശരീരവും രക്തവും നമുക്കായി മുറിച്ച് നമുക്ക് തന്നതുപോലെ തന്നെ നമ്മളും അവർക്ക് വേണ്ടി മുറിക്കപ്പെടുന്നു. അവര് മുറിക്കപ്പെട്ടവരാണ്, നമ്മൾ മുറിയപ്പെടുന്നു. നമ്മൾ മുറിയപ്പെടുവാണ് നമ്മൾ അവര് മുറിയപ്പെട്ടവര്, നമ്മൾ മുറിക്കപ്പെടുന്നു. അവര് മുറിയപ്പെട്ടവരാണ്, നമ്മൾ നമ്മളെ തന്നെ. അതായത് നമുക്ക് ശരിക്കും നമ്മള് ഒരു രോഗിയെ ശുശ്രൂഷിക്കുമ്പോഴത്തേക്കും നമ്മുടെ കുടുംബത്തിൽ തന്നെയാണ് നിർത്തും. ഇപ്പൊ നമ്മൾ അത് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു കംഫോർട്ട് സോണിലിരുന്ന ആ സുഖ സൗകര്യത്തിൽ നിന്ന് മാറി നമ്മളെ തന്നെ ഒന്ന് ഇടിഞ്ഞു കൊടുക്കുമ്പോഴാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്, അല്ലേ? അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. ഒരു കിടപ്പ് രോഗിയെ ശുശ്രൂഷിക്കും. ഇപ്പം ഞാനത് ഇന്ന് അത് ശരിക്കും അതിൻ്റെ ആ ഒരു സ്വാഭാവികമായിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ തന്നെ ഇല്ലായ്മ ആക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊക്കെ വാത്സല്യത്തോടെ ഏറ്റവും സ്നേഹത്തോടെ വേണം അവരോട് ചെയ്യാനായിട്ട്. അല്ലാതെ നമുക്കൊരു ഇഷ്ടമില്ലാത്തൊരു പ്രവൃത്തി ഇത് ചെയ്യണമല്ലോ എന്നോർത്തു അവരെയും കുറച്ച് പറഞ്ഞ് ശപിച്ചു ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ യാതൊരു ഫലവുമില്ല സഹോദരങ്ങളെ. തികച്ചും നമുക്ക് ഇങ്ങനെ ശുശ്രൂഷകളൊക്കെ നമുക്ക് കർത്താവ് തരുന്നത് ഈശോ സ്നേഹിക്കുന്ന മക്കൾക്ക് ഇത് തരുവുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിലോ, ഈ ശുശ്രൂഷയിലൂടെ വലിയ ഒരു സത്യം കർത്താവ് എന്നെ പഠിപ്പിച്ചു തരികയാണ്. അതായത് നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഇത് നമുക്ക് എങ്ങനെയെല്ലാം സമർപ്പിക്കാൻ പറ്റുമെന്നറിയാം. നമ്മുടെ പാപം, നമ്മുടെ കഴിഞ്ഞകാല നമ്മൾ ചെയ്ത പാപങ്ങൾക്കെല്ലാം പരിഹാരം ചെയ്യാനായിട്ട് നമ്മൾ കടമപ്പെട്ടവരാണ്. ഇപ്പം നമ്മൾ ശുശ്രൂഷിക്കുന്ന ആ വ്യക്തിയുടെ പാപത്തിന് പരിഹാരമായി, നമ്മുടെ കുടുംബത്തിലുള്ള പാപത്തിന് പരിഹാരമായിട്ടും ഇനി ലോകം മുഴുവനുള്ള അനേകം ആത്മാക്കൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയൊക്കെ നമുക്ക് ഇതെല്ലാം സമർപ്പിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു സമർപ്പണം നമുക്ക് കൊടുക്കണമെങ്കിൽ ഈ ഒരു മുറിയപ്പെടൽ ഉണ്ടാവണം. അപ്പൊ എങ്കിലേ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് നമ്മൾ ഈ ബലിയിലൊക്കെ പങ്കെടുത്ത് വരുമ്പോഴത്തേക്ക് ഈ ബലി നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി സ്വയം മുറിച്ച് നമുക്ക് തരികയാണ്, അല്ലേ? അപ്പൊ നമ്മളും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളാലാവുമ്പോൾ നമ്മുടെ ആ ഒരു സുഖ സൗകര്യങ്ങൾ മാറ്റി വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ആ ഒരു അനുഭവമാണ് അവിടെ നമുക്ക് ഉണ്ടാകുന്നത്. അപ്പൊ ഈ വൈദ്യം പറഞ്ഞതാണ്, ബലിപീഠം വിട്ട് നിങ്ങൾ പോകാം, ബലിപീഠത്തിന് പ്രാധാന്യം കൊടുക്കുക. അതായത് വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്ത് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾക്ക് തീർച്ചയായും നമ്മുടെ ആ ബലിയർപ്പണം അതുപോലെ ആയിരിക്കണം. ഒരു ബലിയർപ്പണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ കർത്താവിനോടൊപ്പം ബലിയായി മാറുകയാണ്. ആ ഒരു ബലിയർപ്പണത്തിൽ നമ്മൾ സമർപ്പിക്കുന്ന ഓരോ കാര്യങ്ങളിലും ശക്തമായ തമ്പുരാന്റെ ആ ഒരു വലിയ ഇടപെടൽ ഉണ്ടാകും. അപ്പൊ അതായത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോണ്ടല്ലോ, നമ്മൾ ഓർക്കും ഇതെങ്ങനെ സംഭവിക്കും, ഇത് നടക്കുമോ? ചില സമയം ഇങ്ങനെ സംശയങ്ങളോടുകൂടി. അതല്ല, അത് ഇപ്പൊ അച്ഛൻ പറയായിരുന്നു, ഒരു സഹോദരി അച്ഛൻ്റെ അടുത്ത് ഒരു പ്രാർത്ഥനയായിട്ട് ഒരു കാര്യം പറഞ്ഞു, ഇന്ന കാര്യം വലിയ പ്രശ്നമാണത്. പക്ഷെ അച്ഛൻ ആ പ്രശ്നം പറയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇതെങ്ങനെ പരിഹരിക്കും? അപ്പൊ അച്ഛൻ അത് ഒരു വഴി അതിനോട്ട് നോക്കി, ഈ വഴി കൂടെ നോക്കിയാൽ അത് പരിഹരിക്കപ്പെടുമോ? അപ്പം അങ്ങനെ നോക്കിയപ്പോൾ ആ വഴി കൂടെ പോയാൽ അതിന് വേറെ സൈഡ് എഫക്റ്റ് ഉണ്ട്. അപ്പം വേറൊരു വഴി കൂടെ നോക്കിയാലോ അതും ശരിയാകത്തില്ല. അപ്പൊ അവസാനം അച്ഛൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, അതുകൊണ്ടൊക്കെ പ്രാർത്ഥിക്കും, ഞാനും പ്രാർത്ഥിക്കാം, അങ്ങനെ പറഞ്ഞ് ആ സഹോദരിയെ പറഞ്ഞയച്ചു. പക്ഷേ പിന്നീട് അച്ഛൻ പറഞ്ഞറിയാം, എനിക്കും പിടികിട്ടുന്നില്ല ഇതിനെ എങ്ങനെ പരിഹരിക്കുമെന്ന്. പക്ഷെ പിന്നീട് ഒരു വർഷത്തിന് ശേഷം ആ സഹോദരിയെ കണ്ടപ്പോൾ ആ സഹോദരി പറയുകയായിരുന്നു, അച്ഛാ ആ പ്രശ്നം ഇന്ന രീതിയിൽ അത് സോൾവ് ആയെന്ന്. അപ്പൊ അച്ഛൻ പറയാണ്, ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു വഴി കണ്ടെത്തിയില്ല. പക്ഷെ കർത്താവ് കണ്ടെത്തിയ വഴി, നമ്മൾ ആരും കാണാത്ത വഴിയാണ് കർത്താവ് കണ്ടെത്തിയ വഴി. അതുപോലെ തന്നെയാ സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങൾക്ക് നമ്മൾ ഓർക്കും ഇതിങ്ങനെ പോയാൽ ശരിയാവുമോ അങ്ങനെ. പക്ഷെ കർത്താവിന്റെ കരങ്ങളിൽ അതിന് വഴിയുണ്ട്. തമ്പുരാന് ഓർത്ത് വെച്ചിരിക്കുന്ന വഴിയും തമ്പുരാൻ നടത്തുന്ന വഴിയും വേറെ വിധമാണ്. നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും കാണത്തില്ല. ഇങ്ങനെ ഈ രീതിയിൽ കൂടെ കർത്താവ് പ്രവർത്തിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു പോലും കാണത്തില്ല. അച്ഛൻ പറഞ്ഞ ഒരു കാര്യം, അച്ഛൻ അപ്പം ഭയങ്കര മദ്യപാനിയാണ്, നിങ്ങളൊക്കെ കേട്ട് കാണും. പക്ഷേ ആ അമ്മയുടെ ഒരാളുടെ പ്രാർത്ഥന എന്ന് വെച്ചാൽ മുടങ്ങാതെ ദ്വീപിലേക്ക് പോകുമായിരുന്നു. കണ്ണുനീരോട് തമ്പുരാൻ ഇതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അച്ഛൻ പറയാണ്, അപ്പൻ ഓട്ടോമാറ്റിക്കായിട്ട് എവിടെയും ധ്യാനത്തിലൊന്നും പോയിട്ടില്ല, മദ്യപാനം നിർത്തി
പ്രാർത്ഥനയായി നല്ല പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനായി മാറി. രാത്രിയിലൊക്കെ എഴുന്നേറ്റ് കൈവിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കുന്ന കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ ആ ഒരു അമ്മയുടെ കണ്ണീരോടുള്ള പ്രാർത്ഥനയാണ് പറയുകയായി ചെയ്തത്. അതുപോലെ അതാണ് സഹോദരങ്ങളെ, ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ വിലാപങ്ങളുടെ പുസ്തകങ്ങളിലൊക്കെ വായിക്കുന്നില്ലേ, വിലാപങ്ങളുടെ പുസ്തകത്തിൽ വായിക്കുന്ന ഒരു വചനമുണ്ട്. എനിക്ക് ആ വചനം നമ്മളെപ്പോഴും ഓർക്കണം. വിലാപങ്ങളുടെ പുസ്തകത്തിലെ 2-ാം അധ്യായത്തിലെ 2-ാം അധ്യായം 18 2-ാം അധ്യായം 18-19 വായിക്കാവോ? 2-ാം അധ്യായം 18-19. വിലാപങ്ങൾ 2:18-19. സിയോൻ പുത്രി, കർത്താവിനോട് ഉറക്കെ നിലവിളിക്കുക. രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീർ ഒഴുകട്ടെ. നീ വിശ്രമിക്കരുത്, കണ്ണുകൾക്ക് വിശ്രമം നൽകരുത്. രാത്രിയുടെ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക. കർത്താവിന്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക. നാൽക്കവലകളിൽ അത്രേ ഉള്ളു പ്രീതി, അത്രേ ഉള്ളു. അപ്പൊ രാത്രിയും കർത്താവിന്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരി. രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക. കർത്താവിന്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തിയുടെ ഞാനൊരു സഹോദരിയുടെ ഒരു ടോക്ക്, ആ സഹോദരി പറയുകയാണ്, രാത്രിയിൽ 12 മണിക്ക് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ച്, ഉച്ചത്തിൽ പ്രാർത്ഥിച്ച്, കരഞ്ഞ് പ്രാർത്ഥിച്ച് നേടിയ കാര്യങ്ങളെ പറ്റി പറയണ്ടേ. അതായത് ആ സമയത്തേക്കെന്ന് പറഞ്ഞാണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ അപ്പം നമ്മുടെ വേദന അത്രയും ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഉറക്കത്തെയൊക്കെ കളഞ്ഞ് കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കണം. ചിലരൊക്കെ ഇങ്ങനെ കൗൺസിലിംഗ് വേണ്ടി ഇപ്പൊ ചിലർ എന്നെ വിളിക്കുമ്പോഴത്തെ പ്രശ്നങ്ങൾ ഇങ്ങനെ പറയുമ്പോഴേ അപ്പൊ ഞാൻ അവരോട് ചോദിക്കുക, നിങ്ങളുടെ പ്രാർത്ഥന എങ്ങനെ, എത്ര സമയം പ്രാർത്ഥിക്കുന്ന? പ്രാർത്ഥന കുറവാണ്. അവരെന്നിട്ട് മറ്റുള്ളവരോട് നമ്മളോടൊക്കെ ഇങ്ങനെ പ്രാർത്ഥന കുറവാന്ന് പറഞ്ഞാൽ അങ്ങനെ ബുദ്ധിമുട്ടി പ്രാർത്ഥിക്കാൻ തയ്യാറല്ല. അങ്ങനെ ആ ഒരു അവസ്ഥയാണ്. അപ്പം എന്നാ വേദനയുണ്ടോ? വേദനയുണ്ട് താനും, വിഷമങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ ഒരു അവസ്ഥയാണ്. അപ്പൊ അങ്ങനെ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാനോ തേച്ച് പ്രാർത്ഥിക്കാനോ ഒക്കെ നമ്മൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ രാത്രിയിലൊക്കെ ഇവിടെ കർത്താവ് പറഞ്ഞിട്ടില്ലേ, കണ്ണുകൾക്ക് നീ വിശ്രമം നൽകരുത്. രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കം നിലവിളിക്കുക, കണ്ണുകൾക്ക് വിശ്രമം നൽകരുത്. അപ്പൊ കണ്ണുകൾക്ക്, അതായത് നമുക്ക് ഉറക്കം, നമ്മുടെ ആ ഉറക്കത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ടെന്നല്ലോ. അതുകൊണ്ടാണ് നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ഈശോയുടെ കൂടെ ആയിരിക്കാനായിട്ട് ഏറ്റവും നല്ല സമയമാണ് അതിരാവിലെയുള്ള സമയം. ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാനും ഈശോയുടെ സ്വരം കേൾക്കാനും എല്ലാം ആ ഒരു രാവിലെ അതിരാവിലെയുള്ള ആ വ്യക്തിപരമായ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതാണ്. കർത്താവിനോട് കൂടെ ചേർന്നിരിക്കാൻ നമുക്ക് പറ്റും. ഇത്രയും മനോഹരമായ ഒരു സമയം വേറെയില്ല സൗരങ്ങളെ. അത്രയും സ്നേഹത്തോടെ കർത്താവ് നമ്മുടെ അടുത്തേക്ക് വരുന്നു, നമ്മോട് സംസാരിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നിങ്ങളോടൊരു സഹോദരിയുടെ കാര്യത്തെ പറ്റി പറയണ്ടേ. അതായത് ആ സഹോദരി പിന്നെ എന്താ പറയണ്ടേ, അവരുടെ ഞാനത് പൂർത്തീകരിച്ചില്ല. അതായത് ഞാൻ പകുതിയാണ് ഞാൻ പറഞ്ഞത്. പുള്ളിക്കാരത്തിയുടെ കുടുംബത്തിലെ ഒരു പ്രശ്നമാണല്ലോ പറഞ്ഞത്. അവർക്ക് ഫാമാണ്, ഈ കന്നുകാലികളൊക്കെ ഉള്ള അങ്ങനെ ഫാമാണ്. അപ്പൊ അവർ നോക്കാനൊക്കെ ആയിട്ടൊരു ഹിന്ദി ഫാമിലിനെ അത് പറഞ്ഞായിരുന്നു. ഹിന്ദി ഫാമിലി, ഭാര്യ ഭർത്താവ്, 2 കുഞ്ഞുങ്ങൾ. ഒരു കുഞ്ഞ് തീരെ പൊടി കുഞ്ഞാണ്, കുഞ്ഞിച്ചിരി വലുത്. അപ്പോൾ 2 പെൺകുഞ്ഞുങ്ങൾ. അപ്പൊ അവരെ ജോലിക്കായിട്ട് നിർത്തിയിട്ട് ഈ സഹോദരി പറഞ്ഞ വെച്ചാൽ സഹോദരിയുടെ അപ്പൊ ജോലിക്ക് നിർത്തിയിട്ട് ഈ ഭർത്താവ് വന്ന് അവരോട് ഒത്തിരി സ്നേഹം കാണിക്കും. അതാണ് പുള്ളിക്കാരത്തിന്റെ പ്രശ്നം, അവരോട് ഒത്തിരി സ്നേഹം കാണിക്കും. ഇപ്പൊ ഞാൻ ശരിക്കും കേൾക്കാവോ? നിങ്ങൾക്ക് കേൾക്കാവോ? കേൾക്കാം. ശരി. അപ്പൊ ഒത്തിരി സ്നേഹം കാണിക്കുന്നു. അപ്പം ഇവർക്ക് അതൊരു വല്ലാത്തൊരു ഭാരം പോലെ. പ്രത്യേകിച്ച് അപ്പൊ ആ മൂത്ത കുട്ടീനെ ഇവരുടെ കൂടെ കടത്തുക. മറ്റേ കൈക്കുഞ്ഞല്ലേ ആ കുഞ്ഞിവിടെ കടന്നോട്ടെ എന്നും പറഞ്ഞ് അവർക്ക് താമസിക്കാൻ വേറെ ഔട്ട് ഹൗസ് കൊടുത്തിട്ടുണ്ട്. അവരതിനകത്ത് താമസിക്കുന്നു. ആ ഭാര്യയും ഭർത്താവും 2 കുഞ്ഞുങ്ങൾ. അല്ല, ഈ കൊച്ചിനെ ഇവിടെ കൂടെ കടത്തി. പിന്നെ അയാള് അവർക്ക് വേണ്ടുന്ന എല്ലാം ചെയ്തു കൊടുക്കുക. ഇങ്ങനെയൊക്കെ കണ്ടപ്പം ഈ സഹോദരിക്ക് മനസ്സിലാകപ്പാടൊരു വിഷമം. പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല, വിശുദ്ധബലിക്ക് ശരിക്കും പങ്കെടുക്കാൻ പറ്റുന്നില്ല. ഇതെന്തിനാ ഇവരോട് ഇത്രയും ഓവർ സ്നേഹം ആ സഹോദരിയോടൊക്കെ കാണിക്കുന്നത്? ഇങ്ങനെയുള്ള ആ ഒരു മനസ്സിന് വല്ലാത്ത ഭാരം. അങ്ങനെയാണ് എന്നെ വിളിച്ചത്. അപ്പൊ ഞാൻ ചോദിച്ചു പുള്ളിക്കാരൻ എങ്ങനെയാണ്, മോറൽ സൈഡ് എങ്ങനെ വെച്ചപ്പോൾ വളരെ പക്കാനാണ്. ആ കാര്യത്തിലൊന്നും യാതൊരു കുഴപ്പം അയാളില്ല. അപ്പൊ ഇല്ല ചേച്ചി, ഇങ്ങനെ ഒരു സ്നേഹം കാണിക്കുന്നു അവരോട്. അവരുടെ കാര്യത്തിൽ പുള്ളി ഭയങ്കര സത്യം. ആ സ്ത്രീയുടെ കാര്യത്തിലാണെങ്കിൽ പറയണ്ട, അവരോട് ഭയങ്കര ഇതാണ്, സ്നേഹമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് പറഞ്ഞത്. എന്നോട് പറയുന്നത് കേട്ടപ്പോൾ നമുക്കൊരു
പോലെ തോന്നുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നീ പ്രാർത്ഥിക്കുമ്പോൾ ഞാനും പ്രാർത്ഥിച്ചില്ല. അപ്പൊ അവര് തന്നെ മാറിപ്പോയേക്കുമായിരിക്കും, വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവളുടെ സൈഡ് ചേർന്നാണ് ഞാൻ സംസാരിച്ചത്. എന്തിനാ അത്രയും ഒരു ഓവറായിട്ട് ഇത് കാണിക്കുന്ന ഞാൻ വിചാരിച്ചിട്ട് അങ്ങനെയാണ് സംസാരിച്ചത്. പക്ഷെ പിറ്റേ ദിവസം ഞാൻ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പം ഈശോ എന്നോട് പറഞ്ഞത് ഇതാണ്, ആളെ നീ കൊടുത്ത മറുപടി തെറ്റായിപ്പോയി. അപ്പൊ ആ മറുപടി കൊടുത്തത് അവളുടെ കയ്യിലല്ല, അയാളുടെ കയ്യിൽ ഒരു തെറ്റുമില്ല, ഈ മകളുടെ കയ്യിലാണ് തെറ്റ്. അയാള് കാണിക്കുന്നത് ഒരു അഗതികളോട് സ്നേഹം കാണിക്കുന്നതല്ലേ. അഗതികളെ നമ്മുടെ വീട്ടിൽ താമസിപ്പിച്ച് അവർക്ക് ജോലിയും കൊടുത്ത് അവരോട് സ്നേഹം കാണിക്കുക ഒരിക്കലും അതൊരു തെറ്റല്ല. അയാളൊരു തെറ്റും ചെയ്യുന്നില്ല. ഈ സഹോദരികളിലാണ് തെറ്റിരിക്കുന്നത് എന്നുള്ള. അപ്പം അവരോട് അത് പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് കർത്താവ് പറഞ്ഞു. നമ്മൾ കൊടുത്ത മറുപടി തെറ്റാണ്, ശരിക്കുള്ള കാര്യം ഇങ്ങനെയാണെന്ന്. അപ്പൊ ഞാൻ വചനം എടുത്തു. സാധനങ്ങളെ വചനം എടുത്തപ്പോഴത്തേക്കുണ്ടല്ലോ, വചനം എടുത്തപ്പോൾ എനിക്ക് കിട്ടിയ വചനം പെട്ടെന്ന് തന്നെ കർത്താവ് ഉടനെ വചനത്തിലൂടെ സംസാരിക്കും. നിങ്ങൾക്ക് എടുത്തു അത് വചനം. സഭാപ്രസംഗൻ 7:29, സഭാപ്രസംഗകൻ 7-ാം അധ്യായം 29-ാമത്തെ തിരുവചനം. ഞാൻ കണ്ടത് ഇതാണ്, ദൈവം മനുഷ്യനെ സരളനായി സൃഷ്ടിച്ചു, എന്നാൽ അവന്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവന്റെ തന്നെ സൃഷ്ടിയാണ്. കണ്ടോ, അവന്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവന്റെ തന്നെ സൃഷ്ടിയാണ്. ഈ വചനം കിട്ടിക്കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഈശോ ഇപ്പൊ എന്നോട് പറഞ്ഞ സത്യമാണ്. ഈശോ എന്ത് ഭംഗിയായിട്ട് സംസാരിക്കാനൊക്കെ. ഞാൻ ഒരിക്കലും അങ്ങനെ ആ ഒരു വചനം ശരിക്കും പറഞ്ഞാല് വായിച്ചിട്ടുണ്ടാവും, നമ്മൾ വായിച്ചിട്ടുണ്ടാവും, പക്ഷെ അതിന്റെ ആഴത്തിലേക്ക് കടന്നിട്ടില്ല. ഇപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ സംഭവമായിട്ട് എത്രയോ അടുത്ത ശരിക്കുള്ളൊരു വചനമാ കർത്താവ് തന്നതെന്ന് ഞാൻ ഓർക്കുകയാണ്. അപ്പൊ ഇതും കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോ ഞാൻ എന്റെ വ്യക്തിപരമായ പ്രാർത്ഥന കഴിഞ്ഞപ്പോ ഞാൻ ആ സഹോദരിക്ക് ഒരു വോയിസ് മെസ്സേജ് ഇട്ടു. അപ്പൊ അവളോട് ഞാൻ പറഞ്ഞു, അവളെ എങ്ങനെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് തെറ്റാണ്, ഇതാണ് ഇന്ന് എന്നോട് വെളുപ്പിനെ കർത്താവ് പറഞ്ഞത്, നീ ഈ കാര്യത്തിൽ അദ്ദേഹത്തോട് ചേരുക വേണ്ട, അദ്ദേഹം ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്, സ്നേഹപ്രവൃത്തിയാണ്, നീ ഒരിക്കലും സംശയമായിട്ട് കാണരുത്. അങ്ങനെ നീ കാണുമ്പോഴാണ് നിന്റെ മനസ്സിൽ ഈ ഭാരം കൂടുന്നത്. അതുകൊണ്ട് അത് മാറ്റിക്കളഞ്ഞിട്ട് അദ്ദേഹം ചെയ്യുന്ന ആ പ്രവൃത്തിയോട് നീ ചേരുക, അദ്ദേഹത്തെ തെറ്റായി നീ കാണരുത്, നല്ലൊരു മനുഷ്യനാണ്. അങ്ങനെ പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു വെച്ചു. 2 ദിവസം കഴിഞ്ഞ് ഈ സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ചേച്ചി പറഞ്ഞ വളരെ കറക്റ്റ്, ഈ വചനവും ഞാൻ പറഞ്ഞു. അപ്പം വളരെ കറക്റ്റാണ്. ഞാൻ അതിനുശേഷം പ്രാർത്ഥിച്ച് എനിക്ക് എൻ്റെ ഭാരം എല്ലാം പോയി. ഈ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചു, ചേച്ചി ഞാൻ പഴയ ആളായ ചേച്ചി, എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇപ്പൊ എൻ്റെ ഭർത്താവിന്റെ പേര് പറഞ്ഞിട്ട് പറയാ, പുള്ളി പാവമാണ്, വെറും ഒരു പാവമാണ് ചേച്ചി, ഞാൻ എന്തിനും ഒരു സംശയത്തിന് ദുരാത്മാവ എന്നെ പിടികൂടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പുള്ളിക്കാരത്തി പറയുകയുണ്ടായത്. ഇതാണ് സഹോദരങ്ങളെ ജീവിതത്തില് അതായത് ഞാനിപ്പോ ഇത് പറഞ്ഞ എന്താന്ന് വെച്ചാല്, പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനം കിട്ടണമെങ്കിൽ, കർത്താവ് ഇടപെടണമെങ്കിൽ അതിരാവിലെയുള്ള ഈ പ്രാർത്ഥനയില് കർത്താവ് ഇടപെടും. നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ, നമ്മൾ പറയുന്ന വാക്കുകൾ, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, ഇതിലൊക്കെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, കർത്താവ് അത് വളരെ മനോഹരമായി നമ്മളെ കാണിച്ചു തരാം. പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ് അവിടെ. ഇപ്പൊ നമ്മൾ പെന്തക്കോസ്തായ്ക്ക് വേണ്ടി എല്ലാവരും ഒരുങ്ങുകയല്ലേ. ഈ പെന്തക്കോസ്തായ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും കുറച്ച് സമയം കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് ഇരുന്ന് കൊടുത്തു നോക്കിക്കേ. തീർച്ചയായിട്ടും തമ്പുരാന്റെ വലിയൊരു സാന്നിധ്യം അനുഭവിക്കാൻ, നമുക്ക് സാന്നിധ്യം അനുഭവിക്കണ്ടേ. ഇനിയും നമ്മൾ ഈ ഓരോ കാര്യങ്ങൾക്കും മറ്റുള്ളവരെ ആശ്രയിക്കുക, അതെങ്ങനെയാ ഇതെങ്ങനെയാന്നൊക്കെ, അതല്ല ആശ്രയിക്കും, തെറ്റൊന്നുമില്ല. ഓരോരുത്തരെ വിളിച്ചു ചോദിക്കുന്നതിൽ ഒക്കെ തെറ്റൊന്നുമില്ല, നമ്മുടെ വേദനകൾ പറയുന്നതിൽ ഒന്നും കുറവില്ല. പക്ഷെ നമ്മളോട് തന്നെ കർത്താവ് സംസാരിച്ചോളൂ. പിന്നെ നമ്മൾ എന്തിനാ നമ്മൾ മറ്റുള്ളവരോടൊക്കെ ചോദിക്കാനും പറയാം. വചനത്തിലൂടെ നമ്മുടെ കർത്താവ് നമ്മളോട് സംസാരിക്കും. ഇത് വചനത്തിലൂടെ, അല്ലെങ്കിൽ ദൈവം നേരിട്ട് വന്ന് സംസാരിക്കും. ഓരോ കാര്യങ്ങൾ അങ്ങനെയാണ്. പരിശുദ്ധാത്മാവിന്റെ വലിയ ഒരു സഹവാസവും പ്രവർത്തനവും ആ ഒരു ശക്തിയും കൊണ്ട് നമ്മൾ നിറയുന്ന ഈ ഒരു സമയത്താണ്. ഏകാന്തതയിൽ കർത്താവിനോടൊപ്പം കുറച്ച് സമയം ഇരിക്കണം. നമ്മൾ ഈ ദൈവികാരനൊക്കെ എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേവാലയത്തിലൊക്കെ അവിടെയൊക്കെ കുറച്ച് സമയം ഇരുന്നിട്ട് ആരാധിക്കണം. ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞുണ്ടല്ലോ, വലിയ ഒരു അനുഭവമാണ്. ദൈവത്തിന് ആ ആരാധന കൊടുക്കുമ്പോഴാണ് നമ്മളിലേക്ക് കർത്താവിന്റെ വലിയ അനുഭവം, ആ ഒരു സ്നേഹമൊക്കെ കടന്നു വരുന്നതും. ആരാധനയിലൂടെയാണ് നമ്മുടെ കുടുംബമൊക്കെ അനുഗ്രഹിക്കപ്പെടുന്നതൊക്കെ. ആരാധന സ്തുതി അതെപ്പോഴും വേണം. നമ്മളെപ്പോഴും ഓർത്തു, ആരാധന സ്തുതി വേണം. നമ്മൾ ഈ അതിരാവിലെയുള്ള ഈ പ്രാർത്ഥനയിലൊക്കെ കുറെ സമയം നമ്മൾ ആരാധിക്കുന്നുണ്ട്, സ്തുതിക്കുന്നുണ്ട്, ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നുണ്ട്, ത്രിത്വക ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. അതിനുശേഷമാണ് പിന്നീടാണ് നമ്മൾ ആ തിരുരക്തത്തിന്റെ കഴുകല്, പിന്നീടാണ് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിന്നെ നമ്മൾ ശാന്തമാകുകയാണ്.
കർത്താവിന്റെ ദിവ്യസ്വരം, കർത്താവിന്റെ സ്വരം കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പം ഇപ്പൊ ഈയിടെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എന്നോട് കർത്താവ് പറയുകയാണ് ഇപ്പൊ നമ്മൾ ആദ്യം വായിച്ച വചനം, വിഗ്രഹങ്ങളില്ലാത്ത നീതിമാനാണ് ഉത്തമൻ. അതായത് വിഗ്രഹങ്ങളില്ലാത്ത നീതിമാൻ, ഒരാൾ നീതിമാനായിരിക്കും, പക്ഷെ അവനിൽ വിഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അവൻ ഉത്തമനല്ല. വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാതെ എന്തെല്ലാം കാര്യത്തിൽ നമ്മൾ പറ്റിച്ചേർന്ന് പിടിച്ചിട്ടുണ്ടോ അതൊക്കെ വിഗ്രഹമാണ് സഹോദരങ്ങളെ. തീർച്ചയായിട്ടും നമ്മൾ ഓർക്കും എന്ത് വിഗ്രഹമാണ്, നമ്മൾ തന്നെ ഇതിനെ ആരാധിക്കുന്നുണ്ടോ, നമ്മുടെ കർത്താവിനെയല്ലേ നമ്മൾ ആരാധിക്കുന്നത് എന്നൊക്കെ. പക്ഷെ അല്ല, ദൈവത്തിന് നമ്മൾ ഒന്നാം സ്ഥാനം എല്ലാത്തിലും മാറ്റി വെച്ചിട്ട് എൻ്റെ കർത്താവ് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാം ഉള്ളൂ. ഈയിടെ എന്നോട് പറഞ്ഞു ഇന്ന കാര്യം മാറ്റിക്കൂ. അതായതുണ്ടല്ലോ, ഞാൻ എന്നത്തെ ഞാൻ പറയാണ്, ഞാൻ ഈ ടോക്കൊക്കെ കൊടുത്തു കഴിയുമ്പോണ്ടല്ലോ, റെക്കോർഡറാണ്, ഇപ്പൊ നിങ്ങളുടേത് റെക്കോർഡറാണല്ലോ, അപ്പം നമ്മൾ ആ വ്യൂസ് നോക്കും. നമ്മൾ ഇത് യൂട്യൂബ് ആണല്ലോ, അപ്പൊ ഞാൻ നോക്കും, എനിക്ക് ഇത്ര വ്യൂസ് ഉണ്ട്, കൊള്ളാം, അപ്പം ഞാൻ പറഞ്ഞത് നല്ലതായിട്ടില്ല. വ്യൂസ് ഇല്ലെങ്കിൽ എൻ്റെ വിചാരം പറഞ്ഞത് നല്ലതല്ല, ഇങ്ങനെയൊക്കെ ഞാൻ. അപ്പം എത്ര വ്യൂസ് ഉണ്ട്, എത്ര പേര് കണ്ടു, ഇത് നോക്കുന്നത് എനിക്ക് ഒരു രീതിയായിപ്പോയി, ഒരു എന്നാ പറയേണ്ടത്, അതൊരു പഴക്കമായിപ്പോയി. അത് കൂടെ നോക്കുക, അങ്ങനെയുള്ള ആ ഒരു ഇത്. അപ്പം അത് തീർച്ചയായിട്ടും കർത്താവ് പറഞ്ഞത് അത് തെറ്റാണ്. അതൊരു വിഗ്രഹമായി മാറിക്കഴിഞ്ഞ മാറ്റിക്കോ, പരിപൂർണമായിട്ട് അത് മാറ്റിയിട്ട് നോക്കാനേ പാടില്ല. എന്റെ ഡ്യൂട്ടി, ഞാൻ പറഞ്ഞു വചനം കൊടുക്കാൻ, ഞാൻ പറഞ്ഞ വചനം മകള് പറയുന്നു, അതിൽ കുറവുകൾ ഉണ്ടെങ്കിൽ കർത്താവെ കുറവുകളെ നിറവാക്കണം, അനേക മക്കൾക്ക് അത് പ്രയോജനമാകണം, അങ്ങനെ പ്രാർത്ഥിക്കണം. അത് അല്ലാതെ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ മകളുടെ ഡ്യൂട്ടി അല്ല. അതൊന്നും നോക്കേണ്ട ആവശ്യമേ ഇല്ല. തെറ്റെന്ന് വെച്ചാൽ പാവമല്ല, പക്ഷെ അതൊരു വിഗ്രഹം മാറിയ നമ്മളൊരു താല്പര്യം എടുക്കുകയാണ് അതിനകത്ത്. അത് ഞാൻ തന്നെ അഹങ്കരിക്കുന്ന ഒരു ഭാഗമാണത്. അതൊരു വിഗ്രഹം മാറിയെന്ന് വെച്ചാൽ എനിക്ക് കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന വ്യക്തിക്ക് എന്തിനാ, എൻ്റെ കർത്താവിനോട് പറഞ്ഞ കാര്യം ഞാൻ ചെയ്തു കഴിഞ്ഞു, അതോടെ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ഞാൻ അതിന് ഒത്തിരി ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഇതാണ്. അത് എനിക്കൊരു നമ്മളിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അത് വേണ്ടാന്ന് വെക്കണം. കർത്താവ് പറഞ്ഞാൽ ഓക്കെ കർത്താവ്, നല്ല കാര്യം ചോയി. പിന്നെ അതിനുശേഷം ഞാൻ ഇതുവരെ ഈ വ്യൂ നോക്കാനോ അത് ഞാൻ പോയിട്ടില്ല. അതുപോലെ തന്നെയാണ് ഈയിടെ എന്നോട് വേറൊരു കാര്യം കർത്താവ് പറഞ്ഞത്. ഈ നമ്മുടെ ക്രിക്കറ്റിന്റെ സഞ്ജു സാംസൺ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ പിള്ളേർ വന്ന് എന്നോട് ഇങ്ങനെ ഓരോന്നും പറയും. അവർക്ക് ഭയങ്കര ഇഷ്ടം സഞ്ജു സാംസൺ. അപ്പൊ ഇങ്ങനെ വന്ന് എന്നോട് പറഞ്ഞു സഞ്ജു സാംസൺ ഇത്ര അടിച്ചമ്മ, അതിനകത്ത് പിന്നെ ഇത്ര ഈ പ്രാവശ്യം അടിച്ചുള്ളൂ, അയാൾ ഔട്ടായപ്പോ അതായത്. അപ്പൊ ഞാനകത്ത് ഭയങ്കര ഒരു താല്പര്യം കാണിക്കുന്നുണ്ട്. ഇങ്ങനെ അയാളെ പറ്റി കേൾക്കാനും അയാള് ക്രിക്കറ്റിൽ ജയിച്ചു നിൽക്കാനും ഒക്കെ ഒരു താല്പര്യം. പിന്നെ അയാളുടെ വീട്ടിൽ പോയിട്ട് അവരെ കണ്ടൊന്നു, ബാല്യകാലത്തെ കാണിക്കുന്നു, അത് ഇത് അങ്ങനെ ഈ പിള്ളേര് പറയും. നമ്മൾ അതിനകത്തൊരു ഇൻവോൾവ്മെന്റ് കൊടുത്തു. അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞ വ്യക്തിപരമായ പ്രാർത്ഥന ഈശ്വരനോട് പറയാണ്, എന്നോട് കർത്താവ് പറയാണ്, സഞ്ജു സാംസൺ ആരാ? അത് സൃഷ്ടിയല്ലേ, ഞാനല്ലേ സൃഷ്ടാവ്. സൃഷ്ടാവിനേക്കാൾ ഉപരി ഒരു സൃഷ്ടിക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കരുത്. എന്നോടിപ്പോ തന്നെയല്ല കർത്താവ് പറഞ്ഞ, അങ്ങനത്തെ ഒന്നിനേക്കും ലോകത്തെയോ അതിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ മോഹിക്കരുത്. ലോകത്തെ സ്നേഹിക്കുന്നവനെ പിതാവായ ദൈവത്തിന്റെ സ്നേഹം ഉണ്ടാവില്ല. നമ്മൾ ഇത് ലോകത്തിന്റെ അവസ്ഥകളാണ്. അപ്പം ആത്മീയമായി വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഈ 1 കൊരിന്തോസ് 2:2 ആ ഒരു ഡോമിനിക് അച്ഛൻ ഉണ്ടല്ലോ നമ്മുടെ അണക്കരയില്, അച്ഛനെ മാറ്റിമറിച്ച വചനം അതാണ്. ആ വചനം വളരെ പ്രാധാന്യമാണ്. അതായത് നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും യേശു ക്രൂശിക്കപ്പെട്ടവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. ഇതായിരിക്കണം സഹോദരങ്ങളെ, നിങ്ങൾ ഈ കൂട്ടായ്മയിലുള്ളവരൊക്കെ നമ്മളെ പ്രത്യേകം തിരഞ്ഞെടുത്ത് കർത്താവ് മാറ്റിക്കൊണ്ടുവന്നവരാണ്. അപ്പം നമ്മൾ മാറ്റി നിർത്തപ്പെട്ടവരാണ്. ആത്മീയമായി വളരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വിഗ്രഹങ്ങളില്ലാത്ത നീതിമാന്മാരായിരിക്കണം. വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വക കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ഒന്നാം സ്ഥാനം കൊടുക്കുന്നതിനുപരി മറ്റെന്തിനെങ്കിലും മുഖ്യസ്ഥാനം കൊടുത്ത് നമ്മളെ ഒന്നില് അള്ളിപ്പിടിച്ച്, ചിലർക്ക് ചില കാര്യങ്ങളില്ലാതെ പറ്റില്ല സഹോദരങ്ങളെ. ചിലതിനോട് ഭയങ്കര പ്രതിപത്തിയാണ്. നമ്മൾ ഓരോരുത്തരും അങ്ങനെ ആയിരിക്കും, നമുക്ക് പലർക്കും പല രീതിയിലുള്ളതായിരിക്കാം. അപ്പൊ ആ ഒരു പ്രതിപത്തി ഏതാണെന്നൊക്കെ ഇതൊക്കെ നമുക്ക് കിട്ടുന്ന എപ്പോഴാണെന്നറിയാം, ഈ വെളുപ്പിനെയുള്ള അതിരാവിലെയുള്ള നമ്മുടെ ഈ പ്രാർത്ഥനയിലൊക്കെ തമ്പുരാൻ നമ്മുടെ അടുത്തേക്ക് വരെ നമ്മളെ പഠിപ്പിച്ചു തരും, ഇതിങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ നീ മാറണം മോളെ. അപ്പൊ അങ്ങനെ നമ്മളെ തന്നെ ഒന്ന് കൂടുതൽ ഒന്ന് എളിമപ്പെടുത്താനും വിശദീകരിക്കാനും നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റിവെക്കാനും തമ്പുരാന്റെ ഇഷ്ടത്തോട് കൂടുതൽ ചേരാനും ഒക്കെ നമുക്ക്. അപ്പൊ ഇതൊക്കെ മാറ്റിവെക്കാന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് അവിടെ ഇടപെട്ടോളും. അപ്പം മാറ്റിവെക്കുന്ന കാര്യങ്ങൾ ഇടയ്ക്ക് വെച്ചിട്ട് എടുത്ത് വഴിയിലോട്ട് എടുത്ത് വെക്കരുത്.
മാറ്റി വെച്ചത് തന്നെ അങ്ങനെ തീരുമാനിക്കണം. അത് പരിശുദ്ധാത്മാവിന് കൊടുക്കണം. പരിശുദ്ധാത്മാവെ, ഞാൻ ബലഹീനനാണ്. എനിക്ക് ചിലപ്പോൾ ഇടയ്ക്ക് വെച്ച് എനിക്ക് അതിൽ മാറ്റി ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ചില സാധനങ്ങൾ നമ്മൾ ഉപേക്ഷിക്കണം. ഈ ആഹാരം, മറ്റുള്ള സാധനങ്ങളൊക്കെ, ചില മേക്കപ്പുകളോ അല്ലെങ്കിൽ ആഹാരമോ എന്തെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ യൂട്യൂബിലുള്ള കാണലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവരോട് സംസാരിച്ച് കുറേ സമയം നമ്മൾ സംസാരിച്ചിരിക്കുക, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞറിയോ, നമ്മൾ അതൊക്കെ മാറ്റി വെക്കുമ്പം പരിശുദ്ധാത്മാവിന് കൊടുക്കണം. പരിശുദ്ധാത്മാവ് ഇടപെട്ടെങ്കിൽ അതിലൊക്കെ നിലനിൽക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ വീണ് പോകും, ഇടയ്ക്ക് വെച്ച് വീഴും. പിന്നെ ഇത് കുഴപ്പമില്ല, ഇപ്പം ഇങ്ങനെ അങ്ങ് പോട്ടെ അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെയല്ല. അപ്പം വിഗ്രഹങ്ങളില്ലാത്ത നീതിമാനാണ് ഉത്തമൻ. അപ്പം ഈ ഒരു വചനം എനിക്ക് മെമ്പറല്ലേ എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കുണ്ട് എനിക്കതിന് വളരെ ഇഷ്ടപ്പെട്ടു. ആ ഒരു കാര്യം കർത്താവ് ഇങ്ങനെ പറഞ്ഞു തരികയായിരുന്നു, അത് ഇന്ന രീതിയിൽ ഇത് മാറ്റണം. ഞാൻ ഞങ്ങളോട് പറഞ്ഞാൽ അറിയാം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഈ ഒരു ബന്ധക്കുസ്തായ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോഴത്തേക്കും പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സഹോദരങ്ങളെ, ഈ പരിശുദ്ധാത്മാവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ആത്മാവുമായിട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അത്രയും മനോഹരമാണത്. ആത്മാവ് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, നമ്മളെ തന്നെ പൂർണ്ണമായും കർത്താവിന് സമർപ്പിച്ച ജീവിതത്തിലേക്ക് പോകാൻ പറ്റും. അത് നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടാവും, ഞങ്ങൾ എന്തോരം വേദനകൾ, കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, എന്തെല്ലാം തകർച്ചകൾ, ഇതെല്ലാം മാറുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ആത്മീയമായി വളരുമ്പോൾ നമ്മുടെ കാര്യത്തിൽ തമ്പുരാൻ ശക്തമായി ഇടപെടും. തീർച്ചയായിട്ടും നമ്മൾ അതിനെപ്പറ്റി പറയേണ്ട ആവശ്യം പോലും ഇല്ല. ആ രീതിയിൽ കർത്താവ് ഇടപെടും. നമ്മൾ ആത്മീയമായി വളരുമ്പോൾ ഉണ്ടല്ലോ, ഇനി ഒന്നുണ്ട്, നമ്മുടെ ആത്മീയ വളർച്ച എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ഇന്ന് പ്രഘോഷിക്കേണ്ടത് ആരെയാ? ഉത്തിതനായ യേശുക്രിസ്തുവിനെ നമ്മൾ പ്രഘോഷിക്കാൻ കടമപ്പെട്ടവരാണ്. ഇന്ന് ഈശോ ആത്മാവായി നമ്മളോട് ജീവിക്കുകയാണ്. ഈ ആത്മാവായി ജീവിക്കുന്ന കർത്താവിനെ നമ്മൾ പ്രഘോഷിക്കണം. അതായത് മറ്റുള്ളവർക്ക് കർത്താവിനെ കൊടുക്കുന്ന മക്കളായി നമ്മൾ മാറണം. അത് നമ്മളിൽ തന്നെ നമുക്ക് കിട്ടുന്ന നമ്മളെല്ലാം കിട്ടി അതെല്ലാം നമ്മളിൽ തന്നെ ഒതുക്കി കൂട്ടി അങ്ങനെയല്ല. അപ്പൊ ആത്മാവ് നിറയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ നിൽക്കത്തില്ല. നമ്മൾ മറ്റുള്ളവർക്ക് അതിനെ ശരിക്കുള്ള ആ ശക്തി നമ്മൾ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ മറ്റുള്ളവരിലേക്ക് അത് കൊടുക്കാനായി നമ്മൾ ഓടും. നമുക്ക് അതിനുള്ള ആ ഒരു കൃപ കിട്ടും. നമ്മൾ അടങ്ങി ഇരിക്കത്തില്ല. ഇപ്പൊ ഞാനെനിക്ക് നിങ്ങളോട് ഇപ്പൊ വചനം പറയുന്നുണ്ട്. നിങ്ങൾ കർത്താവിനെ അറിഞ്ഞവരാണ്, അവരോടാണിപ്പോൾ ഞാൻ വചനം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനിയൊരു കാര്യമുണ്ട്, തമ്പുരാനെ അറിയാത്ത മക്കളുണ്ടല്ലോ, അവരോട് വചനം പറയാനോ എനിക്ക് പറ്റുന്നുണ്ടോ? എൻ്റെ അടുത്തെല്ലാം താമസിക്കുന്ന ഞാൻ എപ്പോഴും വേദനിക്കുന്ന ഒരു കാര്യം സ്ഥലങ്ങളെ, ഈ റോഡിൻ്റെ ഞങ്ങളുടെ വീട് നമ്മുടെ മുൻപിലത്തെ റോഡാണ്. അപ്പൊ ഈ ഇരു സൈഡിലും ഉള്ള വീടുകൾ, എത്രയോ വീടുകളാണ്, ആരും അല്ല 2 വീടുകളുള്ളൂ ക്രിസ്ത്യൻസ്, 1 വീടുള്ളൂ ക്രിസ്ത്യൻ, ബാക്കി എല്ലാവരും അന്യജാതിക്കാരാണ്. അപ്പൊ അവരോടൊക്കെ ഒന്ന് കർത്താവിനെ പറ്റി പറയണമെന്ന് ആഗ്രഹം, പക്ഷെ പറ്റുന്നുണ്ടോ? പറ്റത്തില്ല. അവർക്ക് ഒരു 2 കൂട്ടർക്ക് ബൈബിൾ കൊടുത്തു എന്നല്ലാതെ ഒന്നും പറയാൻ പറ്റുന്നില്ല. അവരോടൊന്നും ഈശോയാണ് ഏക രക്ഷകൻ, ഈശോയിൽ വിശ്വസിച്ച് നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും, നിങ്ങൾ നിത്യജീവൻ ലഭിക്കും, ഇതൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കും. ഇതാണ് സുവിശേഷം. അവരുടെ ഇടയിലേക്ക് കടന്ന് എപ്പോഴാത് പറയാൻ പറ്റുന്നറിയാം? ആത്മാവിന്റെ ശരിയായ ഒരു തള്ളൽ, ശരിയായ ഒരു പ്രവാഹം എന്തിനുണ്ടാകുമ്പോൾ പിന്നെ അവിടെ എനിക്ക് നാണമോ ഭയമോ വിഷമോ ഒന്നും ഉണ്ടാവത്തില്ല, പറയാൻ പറ്റും. പക്ഷെ ആ ഒരു അവസ്ഥയിലേക്ക് കടന്നു വരണം. അതാണ് പെന്തക്കോസ്താ നാളിൽ ശിഷ്യന്മാർക്കുണ്ടായത് അതാണ്. അപ്പൊ ഈ ദാനിയേലച്ചൻ ഇങ്ങനെ പറയായിരുന്നു, ആ ഒരു അനുഭവം കിട്ടി, ഒരു ദിവസമെങ്കിലും ആ ഒരു അനുഭവം എനിക്ക് തരണമേ എന്ന് നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കണം. ആ തീനാവിന്റെ രൂപത്തിലെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് നിറഞ്ഞപ്പോൾ അവർ ശക്തി പ്രാപിച്ചു. അവർ അന്യഭാഷയെ സംസാരിക്കാൻ തുടങ്ങി. അവർക്ക് എവിടെയെല്ലാം പോയി കർത്താവിനെ കൊടുക്കണം, എന്തെല്ലാം ദുരിതങ്ങളും ദുഃഖങ്ങളും വന്നപ്പോഴും അവർക്കതൊരു പ്രശ്നമേ അല്ല. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു. ഈ പരിശുദ്ധാത്മാരം ശക്തി പ്രാപിക്കുന്ന ആ ഒരു ശക്തി, ആ ഒരു അമാനുഷിക പവർ, ആ ഒരു ശക്തിയിലേക്ക് വന്നു കഴിഞ്ഞാലേ നമ്മൾ അതിലേക്ക് വരികയുള്ളൂ. അപ്പൊ അങ്ങനെ അതായത് പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞുള്ള സ്ഥലങ്ങളെ അനുദിന ജീവിതത്തിൽ പോലും ഈ സഹായകന്റെ കൂട്ടുണ്ടല്ലോ, വളരെ നമുക്ക് എന്നാ പറയണ്ടേ, സഹായകൻ എന്ന് പറഞ്ഞാൽ സഹായകൻ തന്നെയാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ഈ സഹായകനെ ദുഃഖിപ്പിക്കും, നിർവീര്യമാക്കി കളയും, കൂട്ടുപിടിക്കത്തില്ല. എപ്പോഴും കൂട്ടുപിടിച്ചോണം. ഈ പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. പരിശുദ്ധാത്മാവെ
എന്നെ നിറയണം, ആത്മാവ് ഞാൻ ചെയ്യാൻ പോവാണിത്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ആത്മാവ് എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമ്പം നമ്മുടെ ജോലിയൊക്കെ വളരെ പെട്ടെന്ന് കഴിയും. ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പം നമ്മൾ തലേദിവസം ഇന്ന രീതിയിലാണ് ഇത് ചെയ്യേണ്ടത്, രാവിലെ ഇന്ന കാര്യങ്ങളാണ് കുട്ടികൾക്ക് കൊടുത്തു വിടാനും വീട്ടിലെ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ടിഫിൻ എന്നതാണ്, ഭക്ഷണം അവർക്ക് കൊടുത്തു വിടാൻ എന്നൊക്കെ നമ്മൾ തീരുമാനം എടുത്തു വെക്കും. പക്ഷെ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ചിലപ്പം പരിശുദ്ധാത്മാവ് പറയും വേണ്ട, അത് ഇപ്പം ചെയ്യണ്ട, എന്നപ്പം അത് ചെയ്യാൻ പോയാൽ സമയം പോവും, ദീപാവലിക്ക് പോകാനൊക്കെ സമയം പോകും. പക്ഷെ എന്നാലും വേറെ രീതിയിൽ പറയും. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തിക്കൊണ്ട് പോകുന്ന ആ ഒരു അവസ്ഥ. ഏത് പറയണം, എന്ത് പറയണം, ലൂക്കാസ് സുവിശേഷം 12:12 പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് പറയണമെന്നോ എന്ത് മറുപടി കൊടുക്കണമെന്നോ ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ ആ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരും. ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എവിടെയെങ്കിലും ഇപ്പം നമ്മൾ ഇന്റർവ്യൂവിന് പോകുന്ന മക്കളുമാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഫോണിൽ കൂടെ ആരോടെങ്കിലും സംസാരിക്കുമ്പോഴത്തേക്ക് അവർ പറയുന്ന ഒരു പ്രശ്നത്തിന് തിരിച്ചൊരു മറുപടി നമ്മൾ കൊടുക്കണമെങ്കിൽ, ശരിയായ കർത്താവിന്റെ ഒരു വാക്ക് നമ്മൾ അവർക്ക് കൊടുക്കണമെങ്കിൽ ആത്മാവ് എന്നിൽ പ്രവർത്തിക്കണം. ആത്മാവ് പ്രവർത്തിക്കാൻ നമ്മൾ പറയുമ്പോഴത്തേക്ക് അങ്ങനെ ഇരിക്കും, തെറ്റിപ്പോവും, അവർക്ക് ആശ്വാസം കിട്ടത്തുമില്ല. ഒരു വാക്ക് ഒരാളോട് പറഞ്ഞ് അവരിൽ അത് തറച്ച് അവർക്കൊരു ആശ്വാസം കിട്ടി അവരും ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കണമെങ്കിൽ ഞാൻ കൊടുക്കുന്ന ആ ഒരു വാക്ക് നമ്മൾ ഓരോരുത്തരും കൊടുക്കും, ആത്മാവിൽ നിറഞ്ഞതാണെങ്കിലുണ്ടല്ലോ 1000 മേനി ഫലം പുറപ്പെടും. അത് ഭയങ്കരമായ 100 മേനി ഫലം പുറപ്പെടുവിക്കും. ഒറ്റ വാക്കായിരിക്കും ചിലപ്പോൾ പറയുന്നത്. അങ്ങനെയാണ് സഹോദരങ്ങളെ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈയിടെ നമ്മുടെ ദാനിയലച്ഛന്റെ ടോക്കിൽ തന്നെ ഞാൻ കേട്ടത്, അച്ഛൻ പറയായിരുന്നു, അച്ഛനെ ഈയിടെ ഒരു യൂത്ത് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് വരുന്നുണ്ട്. ഒരാളൊന്ന് പറഞ്ഞാ യൂത്തുകാർക്ക് അച്ഛനോടൊന്ന് സംസാരിക്കണമെന്നുണ്ട്. എന്നാൽ സംസാരിക്കാമല്ലോ, അവരെന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു എന്നാൽ ചോദിക്കട്ടെ നല്ല രീതിയിൽ അച്ഛൻ പറഞ്ഞു. പക്ഷെ അവരുമായിട്ടിരുന്ന് ആ സമൂഹം വന്നു സംസാരിച്ചപ്പം അവർ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, അച്ഛാ കൊറോണ കാലത്തില് നമ്മൾക്ക് ദീപാവലിക്ക് പോകാനായിട്ട് പള്ളിയിൽ പോയി ദീപാവലിത്തിൽ പോയി പങ്കെടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നമ്മളെല്ലാവരും ഓൺലൈനിലല്ലേ ദീപാവലി സംബന്ധിച്ചത്. എങ്കിൽ പിന്നെ കൊറോണ കഴിഞ്ഞ് പിന്നെ നമ്മൾ പള്ളിയിൽ പോയി ദീപാവലിക്ക് കാണണമെന്നാണ് നിർബന്ധം. ഇതിലും കണ്ടാലും അതേ പ്രാധാന്യം തന്നെ കിട്ടത്തില്ലേ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പം വൈദ്യം പറയാണ്, എനിക്കത് കേട്ടപ്പോഴത്തേക്കും പെട്ടെന്ന് എന്ത് ആൻസർ കൊടുക്കണം, എങ്ങനെ ആൻസർ കൊടുക്കാം. ഇപ്പം അത് പറ്റത്തില്ല, നമ്മൾ ദീപാവലിക്ക് അത് സഭ അങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്, നമ്മൾ ദേവാലയം തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ദേവാലയത്തിൽ തന്നെ പങ്കെടുക്കണം അല്ല പറയാം. പക്ഷേ കാരണങ്ങളോടി പറയണം, അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ, അവരെ ഇരുത്തത്തക്ക രീതിയിൽ അതിനുള്ള ഒരു ശരിക്കുള്ള ഒരു ആൻസർ കൊടുക്കണം. അപ്പൊ പരിശുദ്ധാത്മാവെ, പെട്ടെന്നൊന്നും കിട്ടിയില്ല, പരിശുദ്ധാത്മാവെ എന്നെ നിറയണേ, പരിശുദ്ധാത്മാവെ എനിക്ക് എന്റെ സഹായക എന്നെ സഹായിക്കണേ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പം അച്ഛൻ പറയാണ്, വളരെ ഭംഗിയായിട്ടൊരു ഉദാഹരണത്തോടുകൂടി അവർക്കത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അതായത് അച്ഛൻ പറഞ്ഞു, നിങ്ങൾ കൊറോണ കാലത്തില് നീ എറണാകുളത്തും നിന്റെ അമ്മ വയനാട്ടിലും ആണെങ്കിൽ നിങ്ങൾ തമ്മിൽ കാണുന്നില്ല അല്ലേ, പക്ഷെ ഫോണിൽ കൂടെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ വിഷമം ഒന്നും കാണാൻ പറ്റാത്തത്. പക്ഷെ കൊറോണ കഴിഞ്ഞപ്പോഴത്തേക്കും നീ ആദ്യം ചെയ്യുന്ന എന്താ, ഓടിപ്പോയി നിന്റെ അമ്മേനെ കാണാൻ പോകും അല്ലേ, തീർച്ചയായിട്ടും പോകത്തില്ലേ എന്ന് ചോദിച്ചെന്ന്. അപ്പൊ അവരിരുന്ന് പോയി. ശരിയല്ലേ സംഗതി? ശരി, നല്ലൊരു ഉദാഹരണമല്ലേ അച്ഛൻ പറഞ്ഞു കൊടുത്തത്. ഇങ്ങനെയാണ് സഹോദരങ്ങളെ പരിശുദ്ധാത്മാവ് സംസാരിക്കാന്ന് പറഞ്ഞാണ്ടല്ലോ, പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ എന്ന് പറഞ്ഞാണ്ടല്ലോ, അത് ശക്തമാണ്. ആ ശക്തമായ ഇടപെടലിനെ മാറ്റിവെച്ചിട്ടാണ് നമ്മൾ നടക്കുന്നത്. നമുക്ക് കിട്ടിയേക്കുന്ന ആ ഒരു സമ്മാനത്തെ ശരിക്കും നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ഈ പെന്തക്കോസ്തായ്ക്ക് വേണ്ടി നന്നായിട്ട് ഒരുങ്ങാം. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്താൽ നമ്മളെല്ലാവരും നിറയട്ടെ. ആത്മാവ് വന്നു കഴിയുമ്പോഴാണ്, ആത്മാവ് വന്ന് ശക്തി പ്രാപിക്കുന്ന ആ ശക്തി എന്ന് പറഞ്ഞാണ്ടല്ലോ എല്ലാമാണ്. ആ ശക്തി എന്ന് പറഞ്ഞ ഒരു വാക്കില് ഒക്കെയുണ്ട്, എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ രോഗാവസ്ഥയൊക്കെ, നമ്മുടെ ശരീരത്തിന്റെ ക്ഷീണവും തളർച്ചയും വിഷമങ്ങളും ഒക്കെ ഈ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുമ്പോണ്ടല്ലോ, ആത്മാവ് നിറയുന്ന ഒരു വ്യക്തിയില് ആ വ്യക്തിക്ക് ശരിക്കും പറഞ്ഞാല് എന്താ പറയണ്ടത്, ദൈവികമായ ഒരു പവറാണ്, സ്വർഗത്തിന്റെ പവറാണ് പിന്നെ കിട്ടുന്നത്. ആ പവറില് ആത്മീയവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളിലും വളരെ ഭംഗിയായി മുന്നോട്ട് പോകാൻ പറ്റും. ഭൗതികതയിലൊക്കെ ഈ ആത്മാവിന്റെ ഇടപെടൽ വളരെ ഭംഗിയായിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, തെറ്റ് പറ്റാതെ വളരെ കാര്യങ്ങളൊക്കെ വളരെ ബിസിനസ്സിലാണെങ്കിലും ജോലി മേഖലയിലാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ശരി, ഓരോ കാര്യങ്ങൾ ആത്മാവിന്റെ ഇടപെടൽ. ഇവിടെ ഞാനിങ്ങനെ ഒരു ഫാമിലിയെ പറ്റി കേട്ടു, അവര് പെട്ടെന്നൊരു തീരുമാനമെടുത്ത് അവര് അന്യനാട്ടിൽ പോയി. പക്ഷെ ഇപ്പം കുടുംബം എല്ലാം ചെതറി, ഒരു മകൻ വേറൊരു പെണ്ണുമായിട്ട് കല്യാണം കഴിച്ചാൽ അത് പോയി, ഒരു പെണ്ണ് വേറെ പോയി, ഈ ഭർത്താവും ഭാര്യയും തമ്മിൽ അവരും അകന്നു, ഭർത്താവ് അവിടെ എല്ലാം ഔട്ട് ഓഫ് ഇന്ത്യയിൽ അത് പെട്ടിട്ട് അയാളിങ്ങി പോകുന്നു. മനസ്സിലായോ?
എബ്രോഡ്. അപ്പൊ അവിടുന്ന് അയാൾ ഇങ്ങ് പോന്നു. അപ്പം ഭാര്യ എവിടെ? ഭാര്യ മകളുടെ കൂടെ. ഇവർ തമ്മിൽ തെറ്റി. ഇങ്ങനെയൊക്കെയുള്ള, അതായത് ഏത് കാര്യം ചെയ്യുമ്പോഴേക്കും ആത്മാവിന്റെ സഹായമില്ലാതെ ആത്മാവിനോട് ആലോചന ചോദിക്കാതെ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ പറ്റും. നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, ജീവിതത്തിലെ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് മൊത്തമുള്ള നല്ല ജീവിതം, പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു നല്ല ജീവിതത്തിലേക്ക് നമുക്ക് കടക്കാം. ഭജനം, അപ്പം മുറിക്കാൻ പാണ്ട് നമ്മൾ ഓർക്കുക. അതുപോലെ തന്നെ വിഗ്രഹങ്ങളില്ലാത്ത ഒരവസ്ഥ ഇതിലാണോ അള്ളിപ്പിടിച്ചിരിക്കുന്നത്, അതിൽ നിന്നൊന്ന് മാറാൻ ഒരു പരിശ്രമമല്ല, പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ അതിൽ നിന്നൊക്കെ മാറിക്കഴിയുമ്പോഴുള്ള കൃപ ഒഴുകും. അതുപോലെ തന്നെ ശുശ്രൂഷയുടെ മേഖലകളിലൊക്കെ ആത്മാർത്ഥതയോടെ, അത് ഞാൻ ഒരു സഹോദരൻ അവരോട് പറഞ്ഞു നിർത്താം. ഒരു ഫാമിലി എന്നെ കാണാൻ വന്നു. ഞങ്ങൾക്ക് അറിയാവുന്ന നല്ല അടുത്തുള്ള അവരുടെ അമ്മായിയമ്മ, അല്ല, ആ മകനും ഭാര്യയും വന്നു. അതായത് ആ വീട്ടിലെ അമ്മച്ചി മരിച്ചുപോയിടെ. ഒരു 10-80 വയസ്സുണ്ടായിരുന്നു. അമ്മച്ചി മരിക്കുന്നതിന് മുമ്പ് കുറച്ച് അങ്ങനെ തീർത്ത് കിടപ്പൊന്നും അല്ലായിരുന്നു. അപ്പൊ ഈ മരുമകളാണ് അമ്മേനെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ഈ മകൻ അമ്മേനെ ഭയങ്കര ജീവനാ. ഉടനെ ഈ മരുമകൾ, അവന്റെ ഭാര്യ അവരോട് പറയും, എടി എന്റെ അമ്മേനെ നീ ശരിക്കും നോക്കിക്കോണം. എന്റെ അമ്മ അവര് ഇടയ്ക്കിടയ്ക്ക് വീഴുകയോ വല്ലതും ചെയ്താലുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പേടിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് ഇവള് പിന്നെ അമ്മ ഇത്തിരി കറുത്തിയ മരിക്കുന്നവർ വർത്താനൊക്കെ പറയുമായിരുന്നു. പക്ഷെ അവർ തന്നെ അവരുടെ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ തന്നെ ചെയ്ത് ഇടയ്ക്ക് നടന്നു പോകും. രാത്രിക്കൊക്കെ കഴിഞ്ഞാൽ കൂടെ പോകണം, വീഴും. അങ്ങനെ അവർക്ക് ഒരു ഇരുന്നിരിപ്പാണ്, കടന്നു കിടപ്പ്, അങ്ങനെ തീർത്ത് കിടപ്പല്ല, എന്നാലും ശുശ്രൂഷ അവർക്ക് ആവശ്യമായിരുന്നു. അപ്പൊ ഈ മരുമകളാണ് അവരെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. അമ്മ മരിച്ചു. ഇവന് ഭയങ്കര വിഷമം, അമ്മ മരിക്കരുതേ എന്നുള്ള ഭയങ്കര ഇതിലായിരുന്നു ഈ മകൻ. പക്ഷെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പ്രശ്നം എവിടെയാന്ന് വെച്ചാല്, ആ മരുമകൾക്ക് ഇപ്പം ഭയങ്കര ഭയം കയറിപ്പോയി. ഇവൾക്ക് പിന്നെ അമ്മ വരുന്ന മാതിരി, അമ്മ വന്ന് അവിടെ സോഫയിൽ ഇരിക്കുന്നു, പിന്നെ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര ഭയത്തിൽ അടിമപ്പെട്ടിട്ട് ആ പെണ്ണിന് രാത്രിക്ക് ഉറക്കമില്ല. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡിപ്രഷനിലേക്ക് നീങ്ങുന്നു. മരുന്നൊക്കെ കഴിച്ചപ്പം പിന്നെ അത് ആ മരുന്നൊക്കെ ചെന്നപ്പോൾ അൾസറായി മാറി, ആഹാരം കഴിക്കാൻ പറ്റാണ്ടായി. ആകെ പ്രശ്നം, മനസ്സ് മുഴുവൻ ഭാരം, ഭയങ്കര ഭയം. അങ്ങനെ അവ നമ്മുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിപ്പോ ഞാൻ ചോദിച്ചേ, നീ അമ്മനെ നോക്കിയതിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അമ്മൻ നല്ലോണമൊക്കെ നോക്കി എന്നൊക്കെയാണ് എപ്പോഴും എല്ലാവരും കൂടെ പറയുന്നു ഒക്കെ. ഈ മകൻ ചാടിക്കയറി പറഞ്ഞു, അയ്യോ ചേച്ചി ഒരു കുറവും വന്നിട്ടില്ല, അവള് നല്ലോണമൊക്കെ അമ്മേനെ നോക്കിയെന്ന് പറഞ്ഞു, നന്നായിട്ട് നോക്കിയെന്ന് പറഞ്ഞു, ഒരു കുഴപ്പവും മറ്റിട്ടല്ല. അവള് പറഞ്ഞു, എല്ലാം അവള് പറയാൻ വന്നതാണ്, എല്ലാം ഞാൻ അത്രയും പറഞ്ഞപ്പോ ഇവളിങ്ങനെ പറഞ്ഞു. അപ്പൊ ഇവള് പറഞ്ഞു, ഞാൻ നോക്കി ചേച്ചി, ഞാൻ നല്ലോണം നോക്കി എന്നൊക്കെ ഇവളും പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവര് പോയി കഴിഞ്ഞപ്പോ, പ്രാർത്ഥിച്ചവര് പോയി കഴിഞ്ഞപ്പോ ഈശോ എനിക്കൊരു ഭയം തന്നു. അതായത് ഈശോ പറഞ്ഞറിയ, അവള് അമ്മേനെ നോക്കി എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഈ ഭയത്തോടുകൂടിയുള്ള നോക്കല, സ്നേഹത്തോടെ അല്ല സ്നേഹത്തോടുകൂടി അല്ലാത്ത പ്രവൃത്തിക്ക് യാതൊരു ഫലവുമില്ല. സ്നേഹമില്ലാതാണ് അവൾ ആ പ്രവൃത്തി ചെയ്തത്. അതായത് അമ്മേനെ സ്നേഹിച്ചുകൊണ്ടല്ല, ഈ ഭർത്താവിനെ പേടിച്ചിട്ടും അമ്മയിൽ നിന്ന് എന്തെങ്കിലും വിപരീതമായിട്ടുള്ള വാക്കുകൾ ഉണ്ടാകും എന്നുള്ള പേടി കൊണ്ടൊക്കെ ചെയ്തെന്നുള്ളത്. അവൾ സ്നേഹിച്ചല്ല അമ്മേനെ അവൾ ചോദിച്ചത് എന്ന് പറയേണ്ട. അതായത് സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല എന്നൊരു വചനമുണ്ട്. അപ്പൊ ആ ഒരു 1 യോഹന്നാനിലാണ് ആ വചനം, സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. 1 യോഹന്നാൻ 4:18. 1 യോഹന്നാൻ 4:18. സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. ബാക്കിയുണ്ട്, പെട്ടെന്നൊന്ന് വായിച്ചത്. സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. കാരണം ഭയം ശിക്ഷയെ കുറിച്ചാണ്. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല. അതാണ്, അതായത് സ്നേഹമില്ലാതെ ചെയ്യുന്ന ഏത് ശുശ്രൂഷയും അത് കർത്താവിന്റെ മുന്നിൽ അത് സ്വീകാര്യം. നമ്മൾ ഏത് കാര്യം ചെയ്താലും സ്നേഹത്തിൽ ചെയ്താൽ മാത്രമേ. ഒരു ഗ്ലാസ് വെള്ളം ഒരാൾക്ക് കൊടുത്താൽ സ്നേഹത്തോടെ സ്നേഹത്തോടെ പറഞ്ഞാൽ അതിന് സ്നേഹമില്ലാണ്ട് ഒരു അരൂപിയില്ല. അത് അവിടെ ഇവിടെ സ്നേഹിച്ചല്ല അമ്മനെ ശുശ്രൂഷിച്ചത്. അപ്പൊ കുട്ടി സ്നേഹം, അതുകൊണ്ട് ഇപ്പൊ എന്തായി, നമുക്ക് ഭയമായി. ആ സ്നേഹത്തിന്റെ ഭയത്തിന് പെട്ടെന്ന് കർത്താവ് എനിക്ക് തരികയായിരുന്നു. അപ്പൊ എനിക്കത് ആ വചനം എവിടെ കിടക്കുന്നു എനിക്കൊരു പിടി കിട്ടില്ല. പക്ഷെ ഈ വചനം എന്റെ മനസ്സിലേക്ക് കടന്നു. അപ്പൊ മിനിഞ്ഞാന്നാണ് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് നമ്മൾ സംസാരിച്ചപ്പോഴത്തേക്കും പിന്നെ ഈ വചനത്തെ പറഞ്ഞ എനിക്ക് എവിടെയാന്ന് ജിൻസി ഈ വചനത്തിന്റെ നമ്പർ എനിക്ക് തരികയായിരുന്നില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതാണ് കർത്താവ് നമുക്ക് തിരുവനന്തപുരത്തിൽ
നമ്മളെല്ലാവരും സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ വലിയ ഇടപെടൽ നമുക്ക്, നമ്മുടെ കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഈ കൂട്ടായ്മയുള്ള ഓരോ മക്കളെയും തന്റെ പ്രത്യേക അനുഗ്രഹത്തിൽ പ്രത്യേക കൃപ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ദൈവമേ, ഓരോ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഈശോയെയും മക്കളെല്ലാവരും ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഉയർത്തണമേ തമ്പുരാനെ. ഞങ്ങളുടെ മനസ്സിലുള്ള ദുഃഖവും വേദനയും കർത്താവ് എന്ന് പറഞ്ഞല്ലോ, പ്രത്യാശയില്ലാത്ത ഒന്നും ഉണ്ടായിരിക്കുന്നു. ഇന്ന് ഈ മക്കൾക്ക് ശരിയായ പ്രത്യാശ കൊടുക്കണം. ഞങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തമ്മിൽ നീ ഇടപെടും. ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവ്, വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട്. അവിടെ കരുണ വർഷിക്കും. ഞങ്ങൾ കുടുംബത്തിന്റെ നീ കരുണ വർഷിക്കും എന്നുള്ള പ്രത്യാശ ഞങ്ങൾക്ക് നന്ദി പറയുന്നു കർത്താവ്. കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ദൈവമേ, അവിടുത്തെ കൃപയ്ക്കായി പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥന സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 കർത്താവെ നന്ദി, കർത്താവെ സ്തുതി, കർത്താവെ മൊത്തം. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു. പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സൃഷ്ടി കർത്താവ് അങ്ങയോട് ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.